ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അനുഅമ്പി വ്ളോഗ്സ്. അപ്പോൾ രാവിലെ തന്നെ ഒരു കുർത്തി അടിക്കാൻ കൊടുക്കാനുണ്ടായിരുന്നു, അതിന് പോയിട്ടോ. വീട്ടിൽ വന്നതിന് ശേഷം ബെഡൊക്കെ ഒന്ന് ഒതുക്കി വിരിക്കുകയാണ്. ഞാൻ രാവിലെ വിരിക്കണം എന്ന് വിചാരിച്ചതാണ്, അത് നടന്നില്ല കേട്ടോ. അപ്പോൾ അമ്മയുടെ റൂമിലെ ബെഡും വിരിച്ചു, അതേപോലെ തന്നെ അച്ഛൻ്റെയും അമ്മയുടെയും റൂമിലെ ബെഡും കൂടി വിരിച്ചു വെച്ചു കേട്ടോ. എന്നിട്ട് അടിച്ചു വരാനുണ്ടായിരുന്നു. പ്രത്യേകിച്ച് പണികളൊന്നും ഇന്നില്ല, കാരണം അമ്മ എല്ലാം ചെയ്തിട്ടാണ് പോയിട്ടുണ്ടായത്. ഒന്ന് ക്ലീനിങ് മാത്രമേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ ക്ലീനിങ് അമ്പിയുടെ ഡ്യൂട്ടിയാണ്. എൻ്റെ വ്ളോഗ് കാണുന്നവർക്ക് അറിയാമായിരിക്കും, ഞാൻ കുക്കിങ്ങും അവൾ ക്ലീനിങ് ഡ്യൂട്ടിയാണ് ഏറ്റെടുക്കാറ്. അപ്പോൾ അവൾ ഗൈഡ്സിൻ്റെ ക്യാമ്പിന് പോയതുകൊണ്ട് തന്നെ ആ പണി എനിക്ക് കിട്ടിയിട്ടോ. ഞാൻ എഴുന്നേൽക്കുമ്പോഴത്തേക്കും അമ്മ രാവിലത്തെയും ഉച്ചക്കത്തെ ഫുഡൊക്കെ ആക്കി വെച്ചിട്ടാണ് പോയത്. കാരണം അച്ഛന് രാവിലെ 8 മണിക്ക് പണിക്ക് പോകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാം ആക്കി വെച്ചിട്ടാണ് പോയിട്ടുണ്ടായത്. ഗ്ലാസ് എത്ര തുടച്ചാലും ഒരു വെള്ള കല വരും കേട്ടോ. അപ്പോൾ അത് പോകാൻ വേണ്ടിയിട്ടാണ് ആ ഒരു സ്പ്രേ വാങ്ങിയിട്ടുള്ളത്. ഞാൻ ക്ലീൻ ആക്കുന്നുണ്ടെങ്കിൽ തന്നെ റൂമിൽ നിന്നാണ് തുടങ്ങുന്നതെങ്കിൽ റൂമിലുള്ള സാധനങ്ങളൊക്കെ സെൻട്രൽ ഹാളിൽ കൊണ്ടുവയ്ക്കും, സെൻട്രൽ ഹാളിലുള്ള സാധനങ്ങളൊക്കെ കിച്ചണിൽ കൊണ്ടുവയ്ക്കും. ലാസ്റ്റാണ് അതെല്ലാം ക്ലീൻ ആക്കുക കേട്ടോ. നേരത്തെ നിങ്ങൾ സെൻട്രൽ ഹാളിൽ കണ്ട എല്ലാ സാധനങ്ങളും ഞാൻ കിച്ചണിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവിടെയൊക്കെ ക്ലീൻ ആക്കി തുടച്ച് വെച്ചു കേട്ടോ. അപ്പോൾ കിച്ചൺ ഏകദേശം ക്ലീൻ ആയിട്ടുണ്ട്. ഇനി കിച്ചണും കൂടി അടിച്ചു വാരി കഴിഞ്ഞാൽ എൻ്റെ ഇന്നത്തെ പണി കഴിഞ്ഞു. ആകെ ഒരു 10-15 മിനിറ്റ് മെനക്കേട് മാത്രമേ ഉള്ളൂ കേട്ടോ. ബാക്കിയെല്ലാം അമ്മ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് അധികം പണികളൊന്നും ഉണ്ടാവാറില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് ഗോതമ്പ് ദോശയും അതേപോലെ തന്നെ മസാലക്കറി ആട്ടോ. അപ്പോൾ അത് കഴിച്ചു. ഇന്നപ്പോൾ വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ അച്ഛൻ്റെ കൂടെ ഷോപ്പിങ്ങിന് പോകണം കേട്ടോ. ഷോപ്പിംഗ് ഒന്നുമല്ല, കുറച്ച് വീട്ടു സാധനങ്ങൾ വാങ്ങാനാണ്. ആഴ്ചയിൽ വേണ്ട സാധനങ്ങളാണ് കേട്ടോ ഞാൻ ഈ കുത്തിയിരുന്ന് ഉണ്ടാക്കുന്നത്.